and welcome back to our channel Lifestyle Beats with Harsha. അപ്പോൾ നമുക്ക് ഇന്ന് പൊന്നോണം സീരീസിന്റെ പുതിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സെറ്റിന്റെ സ്കേർട്ട്, അതായത് നമ്മുടെ കസവിന്റെ പട്ടുപാവാട, അത് എങ്ങനെ മൾട്ടിപ്പിൾ വേസിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ ഒരു കസവിന്റെ പട്ടുപാവാട തയ്പ്പിച്ചു. ഭയങ്കര സിമ്പിളായിട്ട് തയ്പ്പിച്ച എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും അതിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ആയി പോവും സ്റ്റൈൽ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് പ്ലെയിൻ മാത്രമാണ് തയ്പ്പിച്ചേക്കുന്നത്. താഴെ മാത്രം നമ്മുടെ കസവ് വന്നിട്ടുള്ളൂ. അത് ഞാൻ മൾട്ടിപ്പിൾ വേസിൽ നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ടീനേജേഴ്സിനായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുക. കാരണം നമ്മൾ പട്ട് പാവാട അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹാഫ് സാരി ഒക്കെ മോസ്റ്റ്ലി ടീനേജേഴ്സ് ആണല്ലോ ഇടുന്നത്. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റൈലിൽ ഒരു ബ്ലാക്ക് ടോപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനൊരു ബ്ലാക്ക് നെക്ക് പീസും ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നോർമൽ നമ്മുടെ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടുന്ന ടോപ്പാണ്. അതിൻ്റെ കൂടെയാണ് ഞാൻ നമ്മുടെ പട്ടുപാവാട പെയർ ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ നോർമൽ ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ, സോളിഡ് കളർ ടോപ്പ് ഉണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ പട്ടുപാവാട, അതായത് സെറ്റിൻ്റെ പട്ടുപാവാട നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റൈല് ഞാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്കേർട്ടിൻ്റെ മുകളിലായിട്ട് ഒരു ബ്ലാക്ക് സോളിഡ് പ്ലെയിൻ ടീഷർട്ട്, അല്ലെങ്കിൽ നമുക്ക് സാൻഡോ സ്ലിക്ക് എന്ത് വേണമെങ്കിലും ഇടാം. അതിൻ്റെ മേളിലായിട്ട് ഞാനൊരു ലോങ് ജാക്കറ്റാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നല്ല ഒരു എലിഗൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ഈ ഒരു സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ. നമുക്ക് നല്ല ഒരു ഹൈറ്റ് തോന്നിക്കും ശരിക്കും ഈ ഒരു സ്റ്റൈലിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് ഇങ്ങനത്തെ ഒരു ലോങ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ ഡ്രസ്സ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും. അടുത്ത സ്റ്റൈൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൽ ഞാനൊരു കേപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്, അതായത് ഒരു കേപ്പ് ടോപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. കേപ്പ് നമുക്ക് ചെറുതായത് കാരണം ഞാൻ ഉള്ളിൽ ഒരു സോളിഡ് ബ്ലാക്ക് സ്ലീവ്ലെസ് ടീഷർട്ടാണ് ഇട്ടേക്കുന്നത്. നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഒരു ടീഷർട്ടിൻ്റെ കൂടെയാണ് ഞാനിത് പെയർ ചെയ്തേക്കുന്നത്. ഇതും നല്ല ഒരു മോഡേൺ ടച്ച് തരുന്ന ഒരു സ്റ്റൈലാണ്. നെക്സ്റ്റ് സ്റ്റൈലിങ്ങിൽ നമ്മൾ ഒരു സിൽക്കിൻ്റെ റെഡ് കളർ ജാക്കറ്റ് ബ്ലൗസിൻ്റെ കൂടെയാണ് നമ്മൾ സ്കേർട്ട് പെയർ ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും നമുക്ക് വേസ്റ്റ് ലെങ്ത് വരെയാണ് ഇതിൻ്റെ ഒരു ഈ ജാക്കറ്റിൻ്റെ ലെങ്ത് വരുന്നത്. കോളർ നെക്കൊക്കെ വെച്ചിട്ട് നല്ല ഒരു ഈ ഒരു സോളിഡ് സ്റ്റഫിൽ നമ്മളൊരു ബ്ലൗസ് തയ്പ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ കൂടെ ഇട്ടിട്ട് പോകാനാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല ഒരു വെഡ്ഡിങ് ഫങ്ഷൻ വെയറിന് നമുക്കിത് ഇടാൻ പറ്റും. നമ്മൾ നമ്മുടെ ട്രഡീഷണൽ വേയിൽ തന്നെയാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിന് കുറച്ച് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവ്സ് ആണ് പഫ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ്. പ്രോപ്പർ പഫ്സ് അല്ല, പഫ് വെച്ചിട്ട് കുറച്ച് താഴോട്ട് ഒരു 3/4 പോലെയാണ് നമ്മൾ സ്റ്റൈൽ ചെയ്തേക്കുന്നത്. ആൻഡ് സ്ക്വയർ നെക്കാണ്. ശരിക്കും നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഗ്രീൻ കളർ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതും. ആൻഡ് നമ്മൾ സ്റ്റൈൽ ചെയ്തപ്പോൾ നല്ല നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്തു. നമ്മൾ ഒരു പാർട്ടി ഫംഗ്ഷന് പോവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കസവിൻ്റെ ഒരു ദുപ്പട്ടയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ഒരു ലെഹങ്ക ലുക്ക് നമുക്ക് കിട്ടും. അപ്പം ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു കസവിൻ്റെ ദുപ്പട്ടയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് പ്രോപ്പർ ഒരു ട്രഡീഷണൽ വെയർ ഡ്രസ്സായി. ലാസ്റ്റ്
ലാസ്റ്റ് ഞാനൊരു ദാവണി സ്റ്റൈലാണ് ചെയ്തേക്കുന്നത്. ഗോൾഡൻ കളർ ബ്ലൗസിൻ്റെ കൂടെയാണ് ഞാൻ നമ്മുടെ പാവാട സ്റ്റൈൽ ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെറ്റിൻ്റെ മുണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഗോൾഡൻ കളർ ബ്ലൗസാണിത്. ബാക്കിൻ്റെ നെക്കിലൊക്കെ നല്ല ഒരു പ്രോപ്പർ ഫ്ലവറിൻ്റെ ഒക്കെ ഡിസൈനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രോപ്പർ നമ്മുടെ ഒരു ദാവണി സ്റ്റൈലിലാണ് ഞാൻ സ്റ്റൈൽ ചെയ്തേക്കുന്നത്. നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പട്ടുപാവാട സ്റ്റൈല് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എനിക്ക് തോന്നുന്നു പലരുടെ കയ്യിലും ഈ ഒരു കസവിൻ്റെ പട്ടുപാവാട ഉണ്ടാവും. നിങ്ങളെല്ലാവരും എന്തായാലും ഈ ഓണത്തിന് തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒരു സ്റ്റൈല് ചെയ്ത് നോക്കുക. പറ്റുവാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരെ, അല്ലെങ്കിൽ നിങ്ങളൊരു വെഡിങ്ങിന് പോവേ, എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വരെ, അതിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റൈൽസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആൻഡ് യൂസ്ഫുൾ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇറ്റ്സ് ടോട്ടലി ഫ്രീ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ healthy, happy, blessed. Love yourself. Bye.